സോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഒരു വ്ളോഗ് ചെയ്യണത്. ഇങ്ങനെയൊക്കെയാണോ വ്ളോഗ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഇത് കണ്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ ചെയ്യണ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്താൽ മതി. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ എനിക്ക് സ്മിട്ടണിൽ നിന്ന് കിട്ടിയ കുറച്ച് പ്രൊഡക്ട്സ് എന്ന് വെച്ചാൽ ഞാൻ ഒരു 200 സംതിങ് രൂപയിലാണ് ഞാൻ ഇത്ര ഒരു 7 പ്രൊഡക്ട്സ് മേടിച്ചത്. സോ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ ഇത് അൺബോക്സിങ് എന്നൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോക്സ് വന്നപ്പോൾ ഇത് വെച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇത് അതിന് മുമ്പ് തന്നെ പൊട്ടിച്ച് നോക്കേണ്ടതായിട്ട് വന്ന്. അപ്പം ഞാൻ ഈ ഹോൾ വഴി സാധനങ്ങളൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ അത് യൂസും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് കിട്ടിയെന്ന് ആ ഒരു സ്മിട്ടൻ്റെ സ്ക്രീൻഷോട്ട് ഈ വ്ലോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് എനിക്ക് 230 റുപ്പീസിന് ഏകദേശം ആ ഒരു റേഞ്ചിന് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. ഫസ്റ്റ് ഈ നിവിയയുടെ അണ്ടർ ആം റോൾ ഓൺ ആണ് കിട്ടിയത്. ഇത് ഞാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സ്മിട്ടൻ്റെ ബോക്സ് കിട്ടിയിട്ട് ഒരു 5-6 ഡേയ്സ് ആയി. അപ്പം തന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇത് പൊട്ടിച്ച്, ഞാൻ പറഞ്ഞില്ലേ. അപ്പം അത് എന്നിട്ട് ഞാനിത് യൂസ് ചെയ്ത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന്. ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു 3-4 അവേഴ്സ് വരെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ ഇതിൽ 72 എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷേ അത്രയും എനിക്ക് തോന്നിയിട്ടില്ല. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്കൊരു 3-4 എന്നല്ല, ഒരു 5-6, ഏകദേശം ഒരു മാക്സിമം പോയ ഒരു 8 അവേഴ്സ്. അതിൽ കൂടുതലൊന്നും എനിക്കിത് ലാസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. പക്ഷേ ഒരു നല്ല മൈൽഡ് ഫ്രാഗ്രൻസ് ആണ് കയ്യിലൊക്കെ. ഇതൊരു ലിക്വിഡി ടെക്സ്ചർ അല്ല, നമുക്ക് കണ്ടറിയാം. ഒരു വൈറ്റ് കളറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. കണ്ടോ, വൈറ്റ് കളർ, ഒരു ലിക്വിഡ് പോലെ അല്ല ഇരിക്കുന്നത്. പിന്നെ അതെനിക്ക് നല്ല ഇഷ്ടമായി ആക്ച്വലി. നമുക്ക് വിയർപ്പൊക്കെ വരുമ്പോൾ ആ ഒരു കുത്തുന്ന മണമൊന്നും കാണൂല ഇത് യൂസ് ചെയ്യുമ്പോഴേ. പിന്നെ നെക്സ്റ്റ് ആയിട്ട് ഈ ഫേസ് ക്രീമാണ് SPF 30. ഇത് കുഴപ്പമില്ല എനിക്കിത്. പക്ഷേ ഇതാണ് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന കുറച്ച് കീ പോലെയാണ്, ഒരു ഓയിലി ടൈപ്പ് ഓഫ് ഇതാണ്. പക്ഷേ കുഴപ്പമില്ല, ഇതിനൊരു മൈൽഡ് ഫ്രാഗ്രൻസ് ആണ്, നല്ല മണമുണ്ട്. കണ്ടോ, ഞാൻ ഇത്ര യൂസ് ചെയ്ത്. ആക്ച്വലി കുറച്ചേ ഉള്ളൂ. എത്ര ഗ്രാമാണിത്? 8 ഗ്രാമേ ഉള്ളൂ. എന്നാലും ഞാനിത് കുറച്ച് യൂസ് ചെയ്ത്. ഇപ്പം തന്നെ കുറച്ച് തീരാറായി. പിന്നെ അടുത്ത് വരുന്നത് ഇതൊരു ലിപ്പ് ലൈനറാണ്. അത് ഞാൻ ഇവിടെ കുറച്ച് ഇട്ടിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടപ്പോൾ പോയി, കാണുന്നില്ല ഇപ്പോൾ. കുഴപ്പമില്ല, ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് വാങ്ങിക്കണം എന്ന് സജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. കുഴപ്പമില്ല അത്ര. പിന്നെ അടുത്തത് ഈ ഒരു ലിപ് ബാമാണ്. ഈ ഒരു ലിപ് ബാം മില്യൺ കളേഴ്സ് ലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള. ഇതെനിക്ക് അത്ര നന്നായിട്ട് തോന്നിയിട്ടില്ല. ഇത് ഞാൻ അത്രയും തന്നെ ഒരു 3-4 ദിവസം യൂസ് ചെയ്ത്. പക്ഷേ എനിക്ക് 1 അവർ അത്ര തന്നെ ഇത് ലാസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ കൂടുതലൊന്നും ലാസ്റ്റ് ചെയ്യണില്ല. എൻ്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ നോക്കിയപ്പോൾ അത്ര നല്ലതായിട്ട് തോന്നിയില്ല, നാച്ചുറൽ അല്ല. ഇൻഗ്രീഡിയൻസ് മൈക്ക, ടാൽക്ക്, സിങ്ക് ഓക്സൈഡ് അതൊക്കെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് കണ്ടതോടുകൂടി ഞാൻ പിന്നെ ഇത് അങ്ങ് യൂസ് ചെയ്യാതായി. പിന്നെ അടുത്തതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്, ഈ പ്ലമ്മിൻ്റെ ബോഡി ലവ് എന്ന് പറയുന്ന ഓസോ പിസ്താഷ്യോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഇതിൻ്റെ അകത്താണ് വന്നത്, കുഞ്ഞു സാധനം. ഇതാണ് സാധനം നമ്മുടെ. നല്ല ഫ്രാഗ്രൻസ് നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
ഇത് എനിക്ക് അത്യാവശ്യം ലോങ് ലാസ്റ്റിങ് എന്ന് വെച്ചാൽ മറ്റേ 72 hours ആണല്ലോ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇതിലങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി ഇതൊരു 8-9 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നതായിട്ട് തോന്നി. നല്ല മണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വലിയൊരു പാക്ക് എനിക്ക് മേടിക്കാൻ തന്നെ തോന്നി. നല്ല ഇഷ്ടപ്പെട്ട്. പിന്നെ ഒരു സ്റ്റിക്കാണ് ഇത്, കൺസീലർ സ്റ്റിക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷെ ഇത് എൻ്റെ ഷെയ്ഡല്ല. ഇത് നല്ല വൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഷെയ്ഡാണ്. കാണിച്ചു തരാം. എവിടെയാണ് കണ്ടോ? ഇത് എൻ്റെ ഷെയ്ഡായിട്ട് ഒട്ടും മാച്ച് ആവണില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതത്ര യൂസ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത വരുന്നത് ഒരു എയർ ബ്രഷ് ഫൗണ്ടേഷനാണ്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പക്ഷേ വാട്ടർ പ്രൂഫാണ്. ഇതിലുള്ള പോലെയൊക്കെ എനിക്ക് തോന്നി വാട്ടർ പ്രൂഫാണ്, നാച്ചുറൽ മാറ്റ്, ഫുൾ കവറേജ് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ഫുൾ കവറേജ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ വാട്ടർ പ്രൂഫാണ്. ഞാൻ അന്ന് വെള്ളം വെച്ച് 3-4 പ്രാവശ്യം കഴുകിയിട്ടൊന്നും പോയില്ല. ഞാൻ രാവിലെ തൊട്ട് രാത്രി വരെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇതായിരുന്നു യൂസ് ചെയ്തത്. ഇതെൻ്റെ ഷെയ്ഡാണോ എന്ന് ചോദിച്ചാൽ കണ്ടില്ലേ, കറക്റ്റ് പെർഫെക്റ്റ് ഷെയ്ഡൊന്നും ആണെന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഞാനതിൽ കണ്ടു, അങ്ങനെ സ്മിട്ടനിൽ കണ്ടു, അങ്ങനെ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. ഇതങ്ങനെ ഷെയ്ഡൊന്നും പറയണില്ല. പക്ഷേ എയർ ബ്രഷ് ഫൗണ്ടേഷൻ എന്ന് മാത്രം. 7 ml ആണ് അത്ര. പക്ഷെ എനിക്ക് അത്രയൊന്നും തോന്നിയില്ല. ലൈക്ക് അത്ര കവറേജ് ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്നാലും കൊള്ളാം. ഈ 230 rupeesന് ഈ 7 എണ്ണം എന്ന് പറഞ്ഞാൽ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം ഇത്രയാണ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ്സ്. അപ്പം ഇങ്ങനെയാണോ വ്ളോഗ് ചെയ്യേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. അപ്പം എന്താണെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് പറയാം. ഇങ്ങനെ തന്നെ ഇതാണോ, ഞാനങ്ങനെ കുറച്ച് വ്ളോഗ്സൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ തുടങ്ങിയത്. അപ്പം ഇനി മുന്നോട്ട് എങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. കമൻറ്റിലൂടെ എല്ലാവരും പറഞ്ഞാൽ മതി ഇങ്ങനെയൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ. സോ ബൈ.